ഗവർണറെ കാണാൻ 5 മണിക്ക് സമയം തേടിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒരുപക്ഷെ മന്ത്രിമാരുടെ ലിസ്റ്റിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടാകണം, അല്ലാതെ എന്തായാലും ലിസ്റ്റുമായി തന്നെ ഗവർണറെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ 5 മണിക്കുള്ള സമയം അത് ഔദ്യോഗികമായി തേടിയതാണോ? എന്താണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണിത്. മന്ത്രിസഭാ രൂപീകരണം ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഗവർണറെ കാണാനുള്ള സമയമാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ നിയുക്ത മുഖ്യമന്ത്രി ഓഫീസ് തേടിയിരിക്കുന്നത്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ, അതായത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ അനൂപ് ജേക്കബ് ഉൾപ്പെടെ ചർച്ച നടത്തുന്നു. അതിനുശേഷം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ KPCC-യിലേക്ക് പോകും. KPCC-യിലെ ചർച്ചകൾ അന്തിമഘട്ടം, അതായത് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള മന്ത്രിമാരുടെ പട്ടിക KPCC നേതൃത്വവുമായി കൂടി ചർച്ച ചെയ്ത് ACC അറിയിച്ച ശേഷം അന്തിമ അനുമതി വാങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ള അദ്ദേഹം രാജ്ഭവനിലേക്ക് പോകും. 4 മണിക്കും 5 മണിക്കും ഇടയിൽ അവിടെ എത്താനാണ് സമയം ചോദിച്ചിരിക്കുന്നത്. 3:30 ശേഷം എപ്പോൾ വേണമെങ്കിലും കാണാമെന്ന് നേരത്തെ ലോക്ഭവൻ അറിയിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ 4 മണിക്കും 5 മണിക്കും ഇടയിൽ നിയുക്ത മുഖ്യമന്ത്രി മന്ത്രിമാരുടെ പട്ടികയുമായി ഗവർണർക്ക് മുമ്പാകെ എത്തുമെന്ന അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലോക്ഭവൻ ലഭിച്ചിരിക്കുന്നത്. അതായത് UDF-ലെ മന്ത്രിനിർണയ ചർച്ചകൾ, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. അന്തിമ കണക്കൂട്ടലിലേക്ക് എല്ലാം അവസാനിപ്പിച്ച ശേഷം ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. മന്ത്രിമാരുടെ പട്ടിക ആയിരിക്കുന്നു. ഒരുപക്ഷെ മന്ത്രിമാരുടെ പട്ടികയ്ക്കൊപ്പം വകുപ്പുകളുടെ കാര്യത്തിലും കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും സമയം ബാക്കിയാണ്. പക്ഷേ മന്ത്രിമാരുടെ പട്ടിക നൽകുന്നത് വൈകിക്കേണ്ട എന്ന നിലപാടിലേക്ക് നിയുക്ത മുഖ്യമന്ത്രിയും UDF-ഉം എത്തിയതാകാം. P. ജോസഫ് വിഭാഗം ഇതിനിടെ കടുത്ത അതിർത്തിയിലായിരുന്നു. 2 മന്ത്രിസ്ഥാനം തങ്ങൾ അർഹരെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിന്നു. P. ജോസഫ് അടക്കമുള്ളവർ അക്കാര്യം പലതവണ ചർച്ചകളിൽ, പല റൗണ്ട് ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. പക്ഷേ ഒരു മന്ത്രിയും ചീഫ് വിപ്പ് സ്ഥാനവും മാത്രമേ നൽകാനാവൂ നിലപാട് കോൺഗ്രസ് അസന്ദിഗ്ധമായി അവരെ അറിയിച്ചു. മറ്റു വഴികളില്ല എന്ന ആ സാഹചര്യം ബോധ്യപ്പെടുത്തി. എങ്കിലും ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിൽ ചേരേണ്ടെന്ന ആലോചന വരെ ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാം, പുറമേ നിന്ന് പിന്തുണ നൽകാമെന്ന തലത്തിൽ പോലും ജോസഫ് ഗ്രൂപ്പിൽ ചർച്ചകൾ വന്നു. 2 മന്ത്രിസ്ഥാനം എന്നത് തങ്ങൾക്ക് തീർത്തും അർഹമായ ഒന്നാണ്. അത് നൽകാത്തത് കൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാമെന്ന ചർച്ചകൾ പോലും ജോസഫ് കേരള കോൺഗ്രസിൽ ഉണ്ടായി. 7 സീറ്റുകൾ ഇത്തവണ അവർ വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് 8-ൽ 7 സീറ്റ് വിജയിച്ചിട്ടും എന്തുകൊണ്ട് മന്ത്രിസ്ഥാനമില്ലെന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. പിന്തുണ കൊടുത്തിട്ടും വി.ഡി. സതീശൻ വേണ്ട പോലെ പരിഗണിച്ചില്ലെന്ന വികാരവും ജോസഫ് ഗ്രൂപ്പിൽ ശക്തമായി ഉണ്ടായി. അതോടുകൂടിയാണ് കടുത്ത നിലപാടിലേക്ക് പോകാൻ അവർ ആലോചിച്ചത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ ചർച്ചകൾ ഫലം കണ്ടു. അങ്ങനെയാണ് അവർ ഈ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു മന്ത്രിസ്ഥാനവും എന്ന ഇതിലേക്ക് വഴങ്ങിയത്. മോൻസ് ജോസഫുമായി സംസാരിച്ച ശേഷം അന്തിമ തീരുമാനമെന്ന് ജോസഫ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഒരു മന്ത്രി മാത്രം തരാൻ കഴിയൂ എന്ന നിലപാട് കോൺഗ്രസ് അറിയിച്ചതോടുകൂടിയാണ് അങ്ങനെ ചർച്ചകളിലേക്ക് പോയത്. ഏതായാലും ജോസഫ് ഗ്രൂപ്പ് അതിർത്തി ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വഴങ്ങുകയാണ്. അവർ ഒരു മന്ത്രിസ്ഥാനവും അവിടെ മോൻസ് ജോസഫ് മന്ത്രിയാകും. ഒരു ചീഫ് വിപ്പ് സ്ഥാനം അത് ആർക്ക്, അബു ജോസഫിനാണോ അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടനോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത പറയേണ്ട. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലെ മോൻസ് ജോസഫിന്റെ ഫ്ളാറ്റിൽ കേരള കോൺഗ്രസ് വിഭാഗം നേതാക്കൾ യോഗം ചേരും. ആ യോഗത്തിന് ശേഷം അവർ തീരുമാനം പ്രഖ്യാപിക്കും. തങ്ങളുടെ മന്ത്രിയും അതുപോലെ ചീഫ് വിപ്പിനെയും പ്രഖ്യാപിക്കും. ഈ ഉണ്ടായ അതിർത്തി പരസ്യമായി പറയാൻ അവർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ആ പ്രശ്നങ്ങളും ഇപ്പോൾ UDF പരിഹരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പരിഹരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകും. ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അനൂപ് ജേക്കബിന്റെ കാര്യവും ഏറെക്കുറെ പരിഹരിക്കുന്ന അവസ്ഥയിലാണ്. അനൂപ് ജേക്കബ് ഒരുപക്ഷെ ഫുൾ ടൈമിൽ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും. നാളെ വി.ഡി. സതീശനൊപ്പം അനൂപ് ജേക്കബും കേരള കോൺഗ്രസ് ജേക്കബിന്റെ പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സമയം ചോദിച്ചു ഗവർണറെ കാണാൻ എന്നുള്ളതാണ്. 5 മണിക്ക് ഗവർണറെ കാണാനുള്ള നീക്കത്തിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വി അരുണാണ് അതിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഇപ്പോഴും ഈ ഊഹാപോഹങ്ങൾ അലയടിക്കുന്നതിനിടയിലും ആ അവസാന ലിസ്റ്റുമായി തന്നെ, അന്തിമ ലിസ്റ്റുമായി തന്നെ ഗവർണറെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രിക്ക് കഴിയും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? എന്ന് തന്നെ കരുതണം. വി.ഡി. സതീശൻ ആദ്യം ഘട്ടം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യും. പലപ്പോഴും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അത്തരമൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും വലിയ തർക്കങ്ങൾ കാരണം, അത് കോൺഗ്രസിലെ ഉൾപ്പാട്ട് പ്രശ്നങ്ങളും ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ കാരണം പല മന്ത്രിസഭകളും ഘടകകക്ഷി മന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രം സത്യപ്രതിജ്ഞ ചെയ്ത് പിന്നീട് മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അത് വേണ്ട. വലിയ വിജയമാണ്, വലിയ മാൻഡേറ്റാണ് ജനങ്ങൾ നൽകിയത്. 102 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാൻ തരത്തിൽ
നേതൃത്വത്തിലുള്ള ഒരു ഭൂരിപക്ഷം നൽകിയ ജനങ്ങളോട് അത്തരം വെല്ലുവിളി പാടില്ല, ഫുൾ ക്യാബിനറ്റ്, സമ്പൂർണ്ണ ക്യാബിനറ്റ് തന്നെ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിലപാടാണ് വി.ഡി. സതീശൻ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം മുന്നോട്ട് പോയത്. പക്ഷേ സമയം വളരെ കുറവായിരുന്നു, വെല്ലുവിളികൾ ഏറെയുമായിരുന്നു. ഏതായാലും ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ഈ വെല്ലുവിളികളും അദ്ദേഹം സമയബന്ധിതമായി പരിഹരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ചില എതിർപ്പുകൾ, അസ്വാരസ്യങ്ങൾ, അപശബ്ദങ്ങൾ മുന്നണിക്കുള്ളിലുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരില്ല. മാണി സി കാപ്പൻ കടുത്ത നിലപാട് നേരത്തെ സ്വീകരിച്ചു. അവിടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഒരു പ്രധാനപ്പെട്ട പദവി നൽകി ഒപ്പം കൂട്ടാനാണ് തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൽ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള പേരുകാർ എല്ലാം മന്ത്രിസഭയിലേക്ക് വരണമെന്നില്ല. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഷാനിമോൾ ഉസ്മാനെയൊക്കെ ഏത് തരത്തിൽ പരിഗണിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ടി സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് നേരെക്കുറെ സൂചനകളുണ്ട്. വി ടി ബൽറാമിന്റെയും ചാണ്ടികുമ്പന്റെയും കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ കാര്യമായ തർക്കങ്ങൾ പുറത്തേക്ക് വരാതെ മാണി സി കാപ്പന്റെയും ജോസഫിന്റെയും ഒക്കെ എതിർ ശബ്ദങ്ങളെ മാറ്റി നിർത്തിയാൽ വലിയ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ യു.ഡി.എഫ് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ മന്ത്രിസഭാ രൂപീകരണത്തിൽ കടക്കാൻ കഴിയുന്നു വി.ഡി. സതീശൻ. അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം, വ്യക്തത വരേണ്ടത്. അതിലും ചില തർക്കങ്ങൾ ബാക്കി നിൽക്കുന്നു. പക്ഷേ വകുപ്പുകൾ ഒരുപക്ഷെ ഇന്ന് തന്നെ അറിയിക്കണമെന്നില്ല. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയാണ് വകുപ്പുകൾ മന്ത്രിമാർക്ക് നിശ്ചയിച്ച് നൽകാൻ അധികാര കേന്ദ്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് അത് ഗവർണറെ അറിയിക്കുകയും ഗവർണർ നോട്ടിഫൈ ചെയ്യുന്നതോടുകൂടി അത് വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടി അത് പ്രാബല്യത്തിൽ വരികയുമാണ് പതിവ് രീതി. അതുകൊണ്ട് തന്നെ അത് പിന്നീടാകാം എന്ന തീരുമാനം ഒരുപക്ഷെ കൈക്കൊണ്ട് കാണണം. അല്ലെങ്കിൽ ഇന്ന് വകുപ്പുകൾ കൂടി തീരുമാനിച്ചാകാം വി.ഡി. സതീശൻ ഇപ്പോൾ ഈ പട്ടികയുമായി ഇപ്പോൾ KPCCയിലേക്ക്, അവിടുന്ന് അത് അന്തിമ തീരുമാനമാക്കിയ ശേഷം AICC കൂടി അനുമതി ഇതിന് നിർബന്ധമാണ്. AICC അനുമതി കൂടി വാങ്ങി 4 മണിക്ക് ശേഷം 4-നും 5-നും ഇടയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണാനാണ് ലോക് ഭവനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ സമയം തേടിയിരിക്കുന്നത്. റൈറ്റ്, വൈകിട്ട് 5 മണിക്ക് ഗവർണറെ കാണാനുള്ള സാവകാശം അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു നിയുക്ത മുഖ്യമന്ത്രി. എന്നാണെങ്കിലും ഫൈനൽ ലിസ്റ്റുമായി തന്നെ വി.ഡി. സതീശൻ ഗവർണറുടെ അടുത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചു 5 മണിക്ക് ഗവർണറെ കാണാൻ പോകുന്നു. പക്ഷേ അപ്പോഴും അവിടെ ഉണ്ടാകുന്ന ചില ആശങ്കകൾ നിലനിൽക്കുന്നുമുണ്ടല്ലോ. മാണി സി കാപ്പന്റെ വിഷയം, ജോസഫ് ഗ്രൂപ്പ് അവിടെ ചില അതൃപ്തികൾ പരസ്യമാക്കുന്നു. അനൂപ് ജയ്ക്ക് 5 വർഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യം എന്താണ് ഈ ഘടകകക്ഷികൾ നൽകുന്ന പൊതുവികാരം? ഈ വകുപ്പുകൾ സംബന്ധിച്ചാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഘടകകക്ഷികൾക്ക് വലിയ ആശയക്കുഴപ്പവും അസംതൃപ്തിയും മറ്റുമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണ്. അവർക്ക് കൃഷി വകുപ്പ് നൽകാം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവർ ആവശ്യപ്പെടുന്നത് പൊതുമരാമത്ത് അല്ലെങ്കിൽ റവന്യൂ വകുപ്പുകളാണ്. അത് നൽകാൻ കോൺഗ്രസ് ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം പൊതുമരാമത്ത് ലീഗിന്റെ വകുപ്പാണ്. റവന്യൂ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ PC വിഷ്ണുനാഥോ കൈകാര്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ഷിബു ബേബി ജോണിന് തൊഴിൽ വകുപ്പ് തന്നെ നൽകാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഷിബുവിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.